ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 3-ാം തീയതി. ഇന്ന് ഒരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത്. ഇന്നാണ് വിശുദ്ധ കുരിശ് വീണ്ടെടുത്തതിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്ന ദിവസം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഹെലന രാജ്ഞിയാണ് യേശുവിൻ്റെ യഥാർത്ഥ കുരിശ് കണ്ടെടുത്തത് എന്ന് നമുക്ക് അറിയാം. അത് മുമ്പ് തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. 75 വയസ്സുള്ള ഹെലന രാജ്ഞി കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു. ചക്രവർത്തിക്ക് ഒരു ദിവ്യദർശനം കണ്ടതിന് ശേഷം ആകാശത്തിലെ കുരിശാകൃതിയിൽ ഒരു പ്രകാശം, അങ്ങനെ ആ കുരിശ് എടുത്ത് യുദ്ധം ചെയ്താൽ ജയിക്കും എന്ന ഒരു ദർശനം കിട്ടിയതിന് ശേഷം കുരിശിൻ്റെ രൂപമെടുത്ത് അവർ യുദ്ധം ചെയ്തു ജയിച്ചു. കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി അന്ന് ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഇതിന് ശേഷമാണ് മാനസാന്തരം വരുന്നതും. വിശുദ്ധ ഹെലന രാജ്ഞി, അതായത് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ അമ്മ, പിന്നീട് ഈ കുരിശ് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹത്തിൽ ഗാഗുൽത്തായിൽ കുന്നുകൂടി കിടന്ന ചപ്പും ചവറും മാറ്റി വീനസിൻ്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ 3 കുരിശുകൾ കണ്ടെത്തി. അതിൽ ഈശോയെ തറച്ച കുരിശ് കണ്ടെത്താൻ അസുഖമുള്ള ഒരു സ്ത്രീയെ സ്പർശിച്ചു. ഉടനെ അവരുടെ അസുഖം മാറി. അതിനുശേഷം ഹെലന രാജ്ഞി അവിടെ പള്ളി പണിയുന്നു, ധാരാളം പള്ളികളും പണിയുന്നുണ്ട്. അപ്പോൾ കുരിശിൻ്റെ വീണ്ടെടുപ്പിൻ്റെ തിരുനാളാണ് മെയ് 3-ാം തീയതി, അതായത് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ദണ്ഡവിമോചനം, ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാർപ്പാപ്പമാർ വാഗ്ദാനം തന്നിട്ടുണ്ട്. പാഡൻ ക്രൂസിഫിക്സ് വഴിയാണ് അത്. പാഡൻ ക്രൂസിഫിക്സിനെ കുറിച്ച് ഡീറ്റെയിലായി നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ്. ഈ പാഡൻ ക്രൂസിഫിക്സ് വഴി ഇന്ന് കിട്ടുന്ന ദണ്ഡവിമോചനം, വിശുദ്ധ കുരിശ് കണ്ടെടുത്തതിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുക. അതിന് നമ്മൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഈ കുരിശ് തൊട്ടുമുത്തി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ചുംബിക്കുമ്പോൾ ദണ്ഡവിമോചനമുണ്ട്, ഭാഗിക ദണ്ഡവിമോചനം. അതുപോലെ ഇത് കഴുത്തിൽ ധരിച്ചാൽ പ്രത്യേക ദണ്ഡവിമോചനം. ഈ കുരിശ് രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തോട് അപേക്ഷിക്കുന്നു എന്ന് ഉള്ള പ്രാർത്ഥന ചൊല്ലണം. അതുപോലെ നമ്മൾ ഈ കുരിശിനോട് നിത്യമായ ഭക്തി പുലർത്തുക, ഇത് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ഏതൊരുവനും പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിനായിട്ട് പരിശുദ്ധ കുമ്പസാരം നടത്തണം. അന്നേ ദിനം അപരാധ വിമുക്തമാക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലിയാൽ ഇത് കുരിശിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് ഈശോയോട് പൂർണ്ണ ദണ്ഡവിമോചനത്തിനായി പ്രാർത്ഥന വയ്ക്കാം. ഇന്ന് കുരിശ് കണ്ടെടുത്തതിൻ്റെ തിരുനാളാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിലും, അതുപോലെ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിനും, പരിശുദ്ധ ദൈവമാതാവിൻ്റെ 7 വ്യാകുലങ്ങളുടെ തിരുനാൾ, ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയും, നമ്മുടെ കർത്താവിൻ്റെ പഞ്ചശതങ്ങളുടെ തിരുനാൾ, വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ചയും ഈ ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാഡൻ ക്രൂസിഫിക്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് വീഡിയോ ഇട്ട ഉടനെ പലരും ഇത് വാങ്ങിയിട്ടുണ്ട്. ഈ പാഡൻ ക്രൂസിഫിക്സിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: കുരിശിൻ്റെ മുകളിൽ ജീസസ് നസ്രേനിയസ് റെക്സ് ജൂതോറം, അതായത് യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്നുള്ള ലെറ്ററുണ്ട്. അതുപോലെ കുരിശ് രൂപത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ മധ്യത്തിലായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഉണ്ട്. അതുപോലെ കുരിശിൻ്റെ 2
നെടുകയും കുറുകയുമായിട്ടുള്ള വാചകങ്ങൾ. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഫാദർ ഫോർഗീവ് ദം, അതാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ഭാഗത്ത് എഴുതിയിട്ടുള്ളത് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞ വാക്കുകളാണ്. ഇതാ മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ച തിരുഹൃദയം. ബിഹോൾഡ് ദിസ് ഹാർട്ട് വിച്ച് ഹാസ് സോ ലവ്ഡ് മാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. കുരിശിൻ്റെ പുറകിൽ ചുവട്ടിലായി പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ പ്രതീകവുമുണ്ട്. 1995 വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ ഈ കുരിശ് രൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദണ്ഡവിമോചനങ്ങളിലൂടെ, ഈ കുരിശ് രൂപത്തിലൂടെ നമുക്ക് ശുദ്ധീകരണത്തെ ആത്മാക്കൾക്കും കൂടെ ഈ ദണ്ഡവിമോചനങ്ങൾ നേടിക്കൊടുക്കാം. ആത്മാക്കളെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സഭ നമുക്ക് തന്ന പരിപൂർണ ദണ്ഡവിമോചനം ഈ കുരിശിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദിവസമായ മെയ് 3-ാം തീയതി ഈ കുരിശ് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലി ദണ്ഡവിമോചനം പ്രാപിക്കാം. ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന നമ്മുടെ കുടുംബവൃക്ഷത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അവർക്ക് വേണ്ടിയോ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കാഴ്ച കൊടുക്കാം. ഇന്ന് മറക്കാതെ ഈ പ്രാർത്ഥനകൾ ചൊല്ലി കുരിശിൻ്റെ രൂപത്തിലൂടെ കിട്ടുന്ന ദണ്ഡവിമോചനം പ്രാപിച്ചെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുരിശിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന ആപ്തവാക്യം നമുക്ക് ഓർക്കാം.